ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ നേരത്തെ കുട്ടിയെ കണ്ടുകിട്ടിയ റെയിൽവേ പാളത്തിന് സമീപത്താണ് തെളിവെടുപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഓവുചാലിലായിരുന്നു കുട്ടി അന്ന് കിട്ടിയത്. അവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു പ്രതി എന്നാണ് പോലീസ് പറഞ്ഞിരുന്നതും. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ തെളിവെടുപ്പ് പല സ്ഥലങ്ങളിൽ ആദ്യം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പെടുത്തി. അതിനുശേഷം ബ്രഹ്മോസിന് സമീപത്തേക്ക് വന്ന ദിശയനുസരിച്ച് പോലീസ് പ്രതി ഹസൻകുട്ടിയുമായി നടന്നു വന്നു. അതിന് പിന്നാലെ കുട്ടിയെ എടുത്ത സ്ഥലം ഈ നാടോടി സംഘം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ പ്രദേശവാസികൾ ബഹളമുണ്ടാക്കുകയും പ്രതിക്ക് നേരെ തിരിയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ റെയിൽവേ ട്രാക്ക് വഴി അവിടെ നിന്ന് കുട്ടിയെ എടുക്കുന്നു. അതിന് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കുട്ടി കരയുകയും വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു എന്നാണ് ഹസൻകുട്ടി പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കുട്ടിയുമായി നടന്ന് ഈ റെയിൽവേ ട്രാക്ക് വഴി തിരുവനന്തപുരത്തേക്കുള്ള ദിശയാണെങ്കിൽ വലതുവശത്തെ റെയിൽവേ ട്രാക്ക് വഴി നടന്നു വന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത് പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് കുട്ടിയെ ആ ഓടയിലേക്ക് ഇട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുകയാണ്. പോലീസിന് മൊഴിയിൽ അവ്യക്തതയുണ്ടായിരുന്നു. മൊഴി സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്ന് മരിച്ചു എന്ന് കരുതിയൊരു കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്നു. ആ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു പരിക്കുമില്ലാതെ കുട്ടി ഓടയിൽ കിടക്കുന്ന സാഹചര്യം, നിവർന്ന് തന്നെ കിടക്കുന്ന സാഹചര്യം, ഇതെങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിനൊരു അവ്യക്തതയുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. പ്രതിയെ ഹസൻകുട്ടിയെ അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുകയും പോലീസിന് കസ്റ്റഡിയിൽ വിട്ട് നൽകുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നത്. പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടിയെ ഈ ഓടയിൽ ഉപേക്ഷിച്ചത്, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഭാഗത്തെത്തിയപ്പോൾ ഓടയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുന്നു. ഇതിനുശേഷം മടങ്ങിപ്പോയത് എങ്ങനെയെന്നത് കൂടി പറയേണ്ടി വരും. മടങ്ങി ഇതിന് വഴിയരികിൽ തന്നെ ഉറങ്ങി പിന്നീട് രാവിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന ശേഷം അവിടെ നിന്ന് ആലുവയിലേക്ക് പോയി എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇനി ഇത് കഴിഞ്ഞ ഉടൻ ആ മൊഴിയിലേക്ക് ആ നടന്ന വഴിയിലൊക്കെ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുന്നിടത്തു നിന്നാണ് പ്രതി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. എവിടേക്കെങ്കിലും കൊണ്ടുപോയോ അതോ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു? നേരെ ഇവിടേക്ക് വരികയായിരുന്നു, ഈ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് വരികയായിരുന്നു? അത്തരം കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്താണ് ഹസൻകുട്ടി നൽകിയിട്ടുള്ള മൊഴി? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹസൻകുട്ടി നൽകിയ മൊഴിയും പോലീസിൻ്റെ അന്വേഷണത്തിലും വ്യക്തമായത്, അവിടെ നിന്നും കുട്ടിയെ എടുക്കുന്നു. ഒരു 500 മീറ്ററിൽ കുറവ് ദൂരം മാത്രമാണ് ഈ ഓടയുള്ള ഭാഗത്തേക്കുള്ളത്. കുട്ടി അവിടെ നിന്ന് എടുക്കുന്നു. കുട്ടി കരയുന്നു. കരയാതിരിക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിക്കുമ്പോൾ കുട്ടി ബോധം കെട്ട് വീഴുന്നു. ബോധം കെട്ട് കയ്യിലിരിക്കെ തന്നെ ബോധം കെടുന്നു. ബോധം കെട്ടപ്പോൾ കുട്ടി മരിച്ചുവെന്നാണ് ഹസൻകുട്ടി പ്രതി കരുതിയത്. ഉടൻ ഉപേക്ഷിക്കാമെന്ന ചിന്തയിലേക്ക് പോയി. റെയിൽവേ പാളം വഴി ഒരു 400-500 മീറ്ററോളം നടന്ന ശേഷം റെയിൽവേ ട്രാക്കിന് വലതുഭാഗത്തുള്ള ഒരു ഓടയിൽ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി സ്വീകരിക്കാൻ ആവശ്യമായ തെളിവെടുപ്പും പ്രതിയെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്, എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഏത് ദിശയിലേക്കാണ് നടന്നത്, എങ്ങനെയാണ് മടങ്ങിപ്പോയത് അടക്കമുള്ള കാര്യങ്ങളും തെളിവെടുപ്പിലൂടെ ചോദിച്ചറിയേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ഹസൻകുട്ടിയെ റിമാൻഡ് ചെയ്തത്. ഇതിനുശേഷം വർക്കല അയിരൂർ സ്വദേശിയാണ് ഹസൻകുട്ടി. ഈ കൃത്യം നിർവഹിച്ച ശേഷം ഈ ഹസൻകുട്ടി പോയത് ആലുവയിലേക്കാണ്. അവിടെ ഒരു ജോലി സംഘടിപ്പിച്ച് നിന്നിരുന്നു. പിന്നീട് കൊല്ലത്തേക്ക് എത്തിയപ്പോഴാണ് പോലീസ് ഹസൻകുട്ടിയെ പിടികൂടിയത്. ഹസൻകുട്ടിയെ പിടികൂടാൻ 100-ലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഹസൻകുട്ടിയിലേക്ക് പോലീസ് എത്തിയത്. ഹസൻകുട്ടിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. ബ്രഹ്മോസിന് സമീപത്തുള്ള ഭാഗങ്ങളിൽ ഒക്കെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ
ഹസൻകുട്ടി മടങ്ങുന്നതിൻ്റെ എന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിൽ അതിൽ സൂചിപ്പിച്ചതുപോലെ 100-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏറെ ദിവസങ്ങൾ എടുത്തു തന്നെയാണ് പ്രതിയെ കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചതും ഒടുവിൽ കൊല്ലത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയും ചെയ്തത്. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളാണ്. നേരത്തെയും പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പേട്ടയിൽ നിന്നും 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിൽ ഒടുവിൽ പ്രതി പിടിയിലായതിനു ശേഷം ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നാണിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്ന. കുട്ടിയെ കണ്ടുകിട്ടിയ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് സമീപത്തുള്ള ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് നിർണായകമായ തെളിവെടുപ്പ് നടത്തുന്നത്. പോലീസിന്റെ കണ്ടെത്തലുകളും ഹസൻകുട്ടിയുടെ മൊഴിയും ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്, അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് ഏറെ നിർണായകവുമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സമീപവാസികളൊക്കെ തന്നെ ഇയാളെ പ്രതിയെ എത്തിച്ചപ്പോൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകുകയായിരുന്നു. പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്.